ചെറുപ്പക്കാരെ, ഇന്ന് വ്യാപകമായിട്ടുള്ള ഒന്നാണ് അവിഹിത ബന്ധം. വാട്സപ്പിലുള്ള മെസ്സേജുകൾ, ഇതുപോലെ അന്യാണും അന്യ പെണ്ണും തമ്മിലുള്ള ബന്ധം. ഞാൻ വലിയ സങ്കടത്തോടെ ഓർക്കാണ്. ഇപ്പൊ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല. ഇവൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഈ നമ്മൾ നിക്കാഹ് ഒരു പെണ്ണ് കണ്ടു ഉറപ്പിച്ചു. ഞാൻ ഉസ്താദിന്റെ വലിയ ആളാ. എന്നോട് പറയാം, എന്നെ വിളിച്ചിട്ട് ഉസ്താദിന്റെ വേല എപ്പോഴും കേൾക്കുന്ന ആളാണ്. അപ്പോ പെണ്ണ് കണ്ടു ഉറപ്പിച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി കല്യാണം, റിസപ്ഷൻ, ഭക്ഷണം കൊടുക്കലൊക്കെ പിന്നെയാകാം. ഒന്ന് ഇപ്പൊ ഒരു നിക്കാഹ് ചെയ്തിട്ട്, ഇപ്പൊ നിക്കാഹ് നടന്നിട്ടില്ല, ഇപ്പൊ ഒരു നിക്കാഹ് ചെയ്യാം. പിന്നെ ഇപ്പൊ ആരും അറിയാതെ അത്യാവശ്യം ആളുകൾ ഉള്ള ആളുകൾ നിക്കാഹ് ചെയ്ത് പിന്നെ എല്ലാരും കാണുന്ന രൂപത്തിൽ ഒരു നിക്കാഹ് പിന്നെ ചെയ്യാം. അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റുമോ പറ്റൂല എന്നത് അവിടെ ഇരിക്കട്ടെ, അതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാ ഇറങ്ങേണ്ടെന്ന് ആവശ്യം? ഒരു നിക്കാഹിനെ പോലെ ഫോണിലൊക്കെ സംസാരിക്കാണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു നിക്കാഹ് നടത്താൻ ചെറിയ മട്ടത്തിൽ. പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം. നാട്ടുകാർക്ക് ഭക്ഷണം കിട്ടിയാൽ പോരെ. ആരെങ്കിലും പറയോ ഓനെ എന്റെ നിക്കാഹിന് വിളിച്ചില്ല എന്ന് ആരും പറയില്ല. ഭക്ഷണം കൊടുത്തില്ലെങ്കിലാ പറയാ ഓൻ ചോറ് തന്നിട്ടില്ല, മംഗളത്തിന് ചോറ് തന്നിട്ടില്ല, കാര്യമായി സങ്കടം പറയല. അപ്പോഴാണ് അപ്പൊ ഞാൻ പറഞ്ഞത്, നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അല്ലാതെ ഇതിന്റെ ആവശ്യം എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയാ, ഉസ്താദെ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, അവൾ ഉസ്താദിന്റെ വാദം എപ്പോഴും കേൾക്കുന്ന ആളാണ്. അവൾ എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതാ ഈ മസാല ഉസ്താദിനോട് ചോദിക്കാന്. കുരുത്തം കേട്ടവൻ. ഞാൻ പറഞ്ഞത്, ഇവന്റെ നിക്കാഹ് തന്നെ നടന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇവൻ മെസ്സേജ് തുടങ്ങി? ഇവൻ മസാല ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതിന്റെ മുമ്പ് ഇവർ മെസ്സേജ് തുടങ്ങിയിട്ടുണ്ട്. തഖ്വക്കെതിരാണത്, തഖ്വക്ക് എതിരാണത്. ഓ ചെറുപ്പക്കാരാ, ദുനിയാവിലുള്ള ഒരൊറ്റ പെണ്ണിന്റെയും ആകർഷണീയത കണ്ട് സ്വർഗത്തിൽ നിന്നെ കാത്തിരിക്കുന്ന തരുണീമണികളെ നഷ്ടപ്പെടുത്തി പോകരുത് കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മുദർരിസാണ്. മഹാനവരുകൾ അവസാനം സ്വന്തം വീട്ടിൽ വെച്ച് ദർസ് നടത്തുന്ന മഹാനാണ്. അങ്ങനെ ചില വലിയ പണ്ഡിതന്മാരുണ്ട്. അവർക്ക് മരണം വരെ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കണമെന്ന ആഗ്രഹമാണ്. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്കും അതുപോലെയുള്ള ആഗ്രഹങ്ങളുണ്ട്. മരണം വരെ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കാനും ഇൽമുമായി ശുഗലാകാനും നമുക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. കുറേ പ്രായായാല് പിന്നെ പള്ളിക്കാർക്ക് മൊയിലാരെ പറ്റൂല. അങ്ങനെ ഒരു സൂക്കടുണ്ട് ഇപ്പൊ എല്ലായിടത്തും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ നല്ലവരായതുകൊണ്ട് അങ്ങനെ ഒരു സൂക്കട് ഉണ്ടാവില്ല, ഞാൻ മനസ്സിലാക്കണം. അല്ലാഹു തആല തനിമ നിലനിർത്തി തരട്ടെ. ഞാനൊരു സ്ഥലത്ത് പോയപ്പോണ്ട്, സ്ഥലത്തിന്റെ പേരൊന്നും പറയില്ല, അവിടെ ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ പുതിയ പള്ളിയൊക്കെ ഉണ്ടായി. ഇതുപോലെ കാണാൻ നല്ല മൊഞ്ചുള്ള പള്ളിയാ. ആ ഉസ്താദിന്റെ അധ്വാനം കൊണ്ട് നാട്ടിൽ വളരെ പാവങ്ങളാണ്. നാട്ടുകാരെ കൊണ്ട് അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ പാവം ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം പിരിവൊക്കെ നടത്തുന്ന ആളാണ്. നല്ലതിനാണ്, മോശത്തിനൊന്നും. പിരിവൊക്കെ നടത്തി കൊണ്ടുവന്ന് ആ മഹല്ലിൽ, ഇയാളെ നാടൊന്നുമല്ല, ഇയാള് ഇമാമായി നിൽക്കുന്ന നാട്ടിൽ നല്ലൊരു പള്ളി ഉണ്ടാക്കി. പള്ളിയെല്ലാം ഉണ്ടാക്കി. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അതൊരു ചെറിയ മട്ടത്തിലുള്ള ഒരു ഉദ്ഘാടനം, പോകുന്ന ഒരു നാഷണൽ ഹൈവേയിലാണ് പള്ളി. ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അന്ന് ഉദ്ഘാടനത്തിന് തങ്ങന്മാരുണ്ടായിരുന്നു. അന്ന് പ്രഭാഷണത്തിന് ഈ മുതഅല്ലിമായി ഞാൻ പോയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി ഞാൻ വാലും കഴിഞ്ഞ് ദർസിലെത്തി. അന്ന് പകൽ സമയത്തായിരുന്നു ആ ഉദ്ഘാടനം നടന്നത്. വാലും കഴിഞ്ഞ് ഞാൻ രാത്രി ദർസിലെത്തുമ്പോണ്ട് പ്രസിഡന്റ് എന്നെ വിളിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ചിലപ്പോ സംഘാടകരെ വിളിക്കും, അതേ പരിപാടി എല്ലാവർക്കും റാഹത്തായി എന്നും പറഞ്ഞ് സന്തോഷം പറയാൻ വേണ്ടി വിളിക്കും. വേറെ ചില ആളുകളുണ്ട്, അവർ പിന്നെ വേദന വന്നു പോയാൽ പിന്നെ അങ്ങനെ ഒരു പരിചയം തന്നെ അവർക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പൊ ഞാൻ കരുതി അങ്ങനെ സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കി. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇപ്പൊ ഞങ്ങൾ ആ പുതിയ പള്ളിയിലായല്ലേ, നോക്കൂ, ഇനി ഞങ്ങൾക്ക് നല്ലൊരു ഉസ്താദിനെ വേണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇതുവരെയുള്ള ഉസ്താദ് മൂപ്പരാണല്ലോ ഇപ്പൊ പള്ളി ഉണ്ടാക്കിയത്. അപ്പൊ അല്ല, അത് 2-3 വർഷമായി നാട്ടുകാർക്കല്ലേ ഇപ്പൊ പുതിയ ആള് വേണം, പുതിയ പള്ളിയല്ലേ, പുതിയ പള്ളിക്ക് ഒരു പുതിയ ഉസ്താദ് വേണമെന്നൊരു അഭിപ്രായം ഉണ്ട് നാട്ടുകാർക്ക്. ഞാൻ പറഞ്ഞ ഉസ്താദിന്റെ ശാപം കിട്ടും നിങ്ങൾക്ക്.
നിങ്ങൾക്ക് ആ ഉസ്താദിന്റെ ശാപം കിട്ടും. കാരണം ഇതെല്ലാം അധ്വാനിച്ചിട്ട് മൂപ്പരങ്ങ് ഒരു പള്ളി ഉണ്ടാക്കിച്ചപ്പോ പിന്നെ അവസാനം ഇപ്പൊ പുതിയ പള്ളി ആയപ്പോ നോക്ക് പുതിയൊരു ഉസ്താദ് പോകണം അല്ലേ, അതിന് ഒരുങ്ങരുത് പറഞ്ഞെങ്കിലും പിന്നെ നോക്കുമ്പോണ്ട് മൂപ്പര വേറെ സ്ഥലത്ത് ഒരുക്കം കണ്ടപ്പോ നിങ്ങൾ അവിടെ നിന്ന് വിട്ടാൻ ചോദിച്ചപ്പോ ഉസ്താദ് എന്നെ അവർ പറഞ്ഞയച്ചിരുന്നു, പിന്നെ വെള്ളിയാഴ്ച എന്നെ പറഞ്ഞയച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അതാ പിന്നീട് സ്വന്തം വീട്ടിൽ ദർസ് നടത്തുകയാണ്. കുറെ അങ്ങ് ആയപ്പോ സ്വന്തം വീട്ടിൽ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുകയാണ്. ചെറുപ്പക്കാരെ, ഞാനീ പറയുന്ന ചരിത്രം ശരിക്കുമൊന്ന് കേൾക്കണം കേട്ടോ. ആ വീട്ടിൽ ദർസ് നടത്തുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ പേരാണ് സഹില്. മുതഅല്ലിമിന്റെ പേരാണ് സഹില്. ആ മുതഅല്ലിം അതാ മഹാനവരുകളെ വീട്ടിൽ പോയി കിതാബ് ഓതി പഠിക്കാൻ വേണ്ടി മുന്നിലെത്തിയപ്പോൾ അതേ വീട്ടിന്റെ മുകളിൽ നിന്ന് ചില പെൺകുട്ടികൾ ഈ മുതഅല്ലിമിനെ വിളിക്കുന്നത് കാണുന്നു. സഹലേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഉസ്താദിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മോളിൽ നിന്ന് പെണ്ണുങ്ങന്മാര് പെൺകുട്ടികൾ ഇങ്ങനെ വിളിക്കുന്ന കാണും. സഹലേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈ മുതഅല്ലിം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് പോവാണ്. ഉസ്താദേ, ഞാൻ നിങ്ങളെ ദർസിൽ ഇനി പഠിക്കൂല കേട്ടോ. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങൾ ചോദിച്ചു, എന്താ സഹലേ പ്രശ്നം? പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ വീട്ടിൽ വന്നത്, പിന്നെന്താ ഇപ്പൊ ഒറ്റയടിക്ക് ഞാൻ പഠിക്കൂല എന്നും പറഞ്ഞിട്ട് പുറത്തു പോകാൻ കാരണം എന്തേ? അപ്പോഴാണ് ഈ മുതഅല്ലിം പറയുന്നത്, നിങ്ങളെ വീട്ടിലെ സ്വന്തം കുട്ടികളെ തന്നെ നന്നാക്കാൻ കഴിയാത്ത നിങ്ങള് പിന്നെ ഞങ്ങളെ നന്നാക്കൽ എങ്ങനെ? നിങ്ങളെ വീട്ടിൽ ദർസ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോ മുകളിൽ നിന്ന് പെൺകുട്ടികൾ എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്. അത് നിങ്ങളെ വീട്ടിലെ പെൺകുട്ടികളല്ലേ, അവരെ തന്നെ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞു ശിഷ്യനോട്, സഹലേ, എന്റെ വീട്ടിൽ ഒരു പെണ്ണുമില്ല, എന്റെ വീട്ടിൽ ഒരു പെണ്ണുമില്ല. അപ്പൊ നിങ്ങൾ ആ കണ്ട പെൺകുട്ടികൾ ആരാണ്? അത് ഹൂറുൽ ഹിസാൻ, സ്വർഗത്തിലെ തരുണീമണികളായ പെൺകുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ പോകണ്ട സഹലേ, നിങ്ങളിപ്പം മരിക്കും കേട്ടോ. നിങ്ങളെ സ്വീകരിക്കാൻ വന്ന സ്വർഗത്തിലെ തരുണീമണികളാണ്, നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇപ്പൊ മരിക്കും. കൂടെയുള്ള മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരുങ്ങണം, സഹിലിപ്പം മരിക്കും. ഉസ്താദ് പറഞ്ഞതുപോലെ ശിഷ്യനായ സഹിൽ ഒരല്പനേരം കഴിഞ്ഞപ്പോ വഫാത്തായി പോയി. ഓ ചെറുപ്പക്കാരാ, ജീവിതകാലത്ത് വാട്സപ്പിലെ ചാറ്റിംഗ് ഇല്ല, ഒരു അവിഹിത ബന്ധവും ഇല്ല. അങ്ങനെയായപ്പോ വഫാത്തിനോട് അടുത്ത സമയം വന്നപ്പോ സ്വർഗത്തിലെ ഹൂറുൽ ലിസാൻ വന്ന് സ്വീകരിച്ചില്ലേ? അതാണ് തഖ്വാ. എല്ലാ പ്രയാസങ്ങളുടെയും കാരണം ആ തഖ്വയില്ലായ്മയും വിശ്വാസമില്ലായ്മയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അക്രമം കാഴ്ചവെച്ച ഭരണാധികാരി. അപ്പൊ നാട്ടുകാരി ഭരണാധികാരിയോട് ചോദിച്ചു, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കണ്ട ആളല്ലേ? അതെ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിപൂർണമായ ഭരണമാണല്ലോ കാഴ്ചവെച്ചത്. അതെ. അപ്പൊ ആ നീതിപൂർണമായ ഭരണം കണ്ട നിങ്ങൾ എന്തേ ഒരു നീതിപൂർണമായ ഭരണം കാഴ്ചവെക്കാത്തത് എന്ന് നാട്ടുകാർ ചോദിച്ചു. അപ്പൊ ഈ നാട്ടുകാരോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഈ ഭരണാധികാരി പറഞ്ഞു, അതിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം കാഴ്ചവെച്ച അന്ന് ഭരണീയരാരായിരുന്നു അറിയോ? ആ ഭരണത്തിന്റെ കീഴിലുള്ള ഭരണീയര് അബൂദർ അൽ ഗിഫാരി തങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യന്മാരായിരുന്നു. അതേ സമയത്ത് ഇന്ന് ഞാൻ ഭരണം കാഴ്ചവെക്കുമ്പോ എന്റെ കീഴിൽ അബൂദർ അൽ ഗിഫാരി തങ്ങളെ പോലത്തെ ഒറ്റ മനുഷ്യനും നല്ല മനുഷ്യനില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നല്ല ഭരണം എന്റെ ഭാഗത്തുനിന്ന് വരാത്തത്. എന്ത് വിഷയത്തിലാണ് അബൂദർ അൽ ഗിഫാരി തങ്ങള്? തഖ്വയുടെ വിഷയത്തിലും പരിത്യാഗത്തിന്റെ വിഷയത്തിലും നല്ല മനുഷ്യന്മാര് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഭരണാധികാരികളായ ഞങ്ങള് ധിക്കാരികളും അക്രമികളാകുന്നത്, ഞങ്ങളെ ഭരണീയര് മോശമാകുന്നത് കൊണ്ടാണ് എന്നാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അന്ന് മറുപടി കൊടുത്തത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഏത് പ്രയാസത്തിനും പരിഹാരം വേണമെങ്കിൽ തഖ്വ വേണം.
അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിക്കുന്നവർ സൂക്ഷിക്കണേ. അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചാലോ അൻ തുസീബഹും ഫിത്നതുൻ, അവരെ ഫിത്ന പിടികൂടും, ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടും കേട്ടോ. പത്രത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു, നിങ്ങൾ വായിച്ചു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു വീട്ടിന്റെ കുളിമുറി മതിലങ്ങ് തകർന്നു വീണു. പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്, പാപ്പാ മതിലങ്ങ് തകർന്നു വീണു. വീട്ടിന്റെ കുളിമുറിയുടെ മതിലങ്ങ് തകർന്നു വീണപ്പോൾ 2 മരണം എന്നാണ് പത്രത്തിലെ റിപ്പോർട്ട്. ഏതാണ് 2 മരണം? ഒന്ന്, കുളിക്കാൻ പോയ വീട്ടമ്മ മരിച്ചു. 2, ഈ വീട്ടമ്മ കുളിക്കാൻ പോയപ്പോ ഒളിഞ്ഞു നിന്ന് നോക്കാൻ പോയ യുവാവും മരിച്ചു. പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് വ്യഭിചാരം വർദ്ധിച്ച കാലമാണ്. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം കേട്ടോ. മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രം നമുക്ക് പാഠമാകണം. അതുകൊണ്ടാണ് ഇമാം യാഫഈ തങ്ങൾ പറയുന്നു, ഞാൻ ഒരിക്കൽ കഅബയുടെ ചാരത്ത് ഇങ്ങനെ പോയി, കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, യാ കരീം, യാ കരീം, അഹ്ദുകൽ ഖദീം. ഓ മാന്യനായ അല്ലാഹുവേ, ഓ മാന്യനായ അല്ലാഹുവേ, നിന്നോട് ഞങ്ങളൊരു കരാറ് നടത്തിയിട്ടുണ്ടല്ലോ റബ്ബേ. ആ കരാറ് നിലനിർത്താൻ, ആ കരാറ് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ഒരു വാക്ക് പെണ്ണിങ്ങനെ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് കേട്ടപ്പോ ഞാൻ മെല്ലെ ഈ പെണ്ണിന്റെ അടുത്ത് പോയി ചോദിച്ചു, അല്ല പെണ്ണേ, കുറെ നേരമായല്ലോ ഈ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് നീ ആകെ പറയുന്നത് അതാണല്ലോ, യാ കരീം, യാ കരീം, അഹ്ദുകൽ ഖദീം. ഞാൻ മുമ്പൊരിക്കൽ നടത്തിയ കരാറ് അത് പൂർത്തിയാക്കാനും അത് നിലനിർത്താനും ഭാഗ്യം തരണം അല്ലാഹ് എന്നല്ലേ നീ ചോദിക്കുന്നത്? എന്തേ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ ഈ പെണ്ണ് പറയാണ്, എന്റെ സംസാരം കേൾക്കുന്ന ഈ സദസ്സിൽ മറക്കപ്പുറത്തിരുന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉമ്മ പെങ്ങന്മാരും ഈ ചരിത്രം മനസ്സിൽ കുത്തിവെക്കണം, ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കണോ. ഈ പെണ്ണ് പറയാണ്, അതിന്റെ പിന്നിലൊരു സംഭവമുണ്ട്. ഇമാം യാഫഈ തങ്ങളെ സംഭവം അവിടുത്തെ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഞങ്ങളിങ്ങനെ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണ് പറയാ, യാഫി മാമ, ഒരിക്കൽ ഇങ്ങനെ കടലിൽ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ കപ്പൽ അങ്ങ് തകർന്നുപോയി, പൊളിഞ്ഞ് തകർന്നുപോയി. എല്ലാവരും മരിച്ചു, കപ്പലിലുള്ള മുഴുവൻ യാത്രക്കാരും മരിച്ചു. അന്ന് ജീവിച്ചത്, മരിക്കാതെ കഴിച്ചലായത് ഞാനും എന്റെ ചെറിയ കുട്ടിയും മാത്രമാണ്, 2 പേര്. ഞങ്ങൾ എന്ത് ചെയ്തു? ഈ പൊളിഞ്ഞതിൽ ഒരു ഫലകണ്ട്, ആ ഫലകം മേലങ്ങ് ഞങ്ങൾ നിന്നുകൊടുത്തു. ഞങ്ങൾ ആ കടലിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഞങ്ങൾ ഇങ്ങനെ കടലിൽ ഞാനും എന്റെ കുട്ടി മാത്രം ഒരു ഫലകത്തിൽ അങ്ങ് കയറി യാത്ര ചെയ്യാണ്. അപ്പണ്ട് കുറെ അപ്പുറത്ത് നിന്നൊരു കറുത്ത മനുഷ്യൻ വേറെ ഒരു ഫലകത്തിൽ ഇങ്ങനെ ഞങ്ങളെ ഭാഗത്തേക്ക് വരുന്നത് കാണുന്നു. ഞാനും എന്റെ കുട്ടിയും മാത്രമാണ്. അപ്പുറത്ത് നിന്ന് വരുന്ന ഈ കറുത്ത മനുഷ്യൻ മാത്രമാണ്. 4ാമത്തൊരു മനുഷ്യൻ അവിടെ ഇല്ല. ഈ കറുത്ത മനുഷ്യൻ എന്റെ അരികിൽ വന്നു. ചില മനുഷ്യന്മാരെ കാണാൻ കറുത്തിരിക്കും, പക്ഷെ മനസ്സ് നല്ല ക്ലിയർ വേണം. മനസ്സ് നല്ല ക്ലിയർ ആണ് അവരുടേത്. ചില മനുഷ്യന്മാരുണ്ട് കാണാൻ നല്ല വെളുത്തിട്ടാണ്, മനസ്സ് കറുത്തിട്ടാണ്. മനസ്സ് വെളുത്തിട്ടാണ് കാര്യം, മുഖം വെളുത്തിട്ടൊരു കാര്യവുമില്ല.
ഈ കറുത്ത മനുഷ്യൻ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ സഹോദരി യാഫി മാമിനോട് പറയാണ്, ഈ കറുത്ത മനുഷ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഇവൻ വന്നിട്ട് പറയുന്നു, കപ്പലില് എല്ലാം പൊളിഞ്ഞു പോയി, ആകെ 3 ആളാ, മറ്റുള്ളവരൊക്കെ കൺമുന്നിൽ മരിച്ചതാ. ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ശരീരം എനിക്ക് വിട്ടുതരണോ. അവിടെ ചില മനുഷ്യന്മാർ കണ്ടില്ലേ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കള്ളു കുടിക്കണം അല്ലെ, ഫ്ലൈറ്റിൽ ഇങ്ങനെ ബ്രാൻഡി വിസ്കി വേണോന്ന് ചോദിക്കുമ്പോ ഇവൻ മുസ്ലിമാണ്, കള്ളുടിക്കുക. പടച്ചറബ് അതങ്ങ് പൊളിഞ്ഞിട്ട് അങ്ങ് താഴോട്ട് വീണ അഡ്രസ് ഉണ്ടാവുമോ മനുഷ്യന്മാരെ, അവിടെ പോലും ഇവൻ കള്ളു കുടിക്കുകയാണ്. അങ്ങനത്തെ ചില മനുഷ്യന്മാർ. ഈ കറുത്ത മനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചതാ, എന്റെ തടി വേണോ. എന്നാൽ എന്റെ കയ്യിൽ ഈ കുട്ടിയുണ്ടായിരുന്നു, ഈ കുട്ടി ഉറങ്ങാണ്. ഞാനൊരു തന്ത്രം ചെയ്തു. എന്താണ് തന്ത്രം? ഈ കുഞ്ഞിനെ മെല്ലെയങ്ങ് ഞാനങ്ങ് നുള്ളിയപ്പോ കുട്ടി ഉറക്കുന്നങ്ങുണർന്നു, കരയാൻ തുടങ്ങി. ഞാൻ നുള്ളിയത് തന്നെ ഇവന്റെ ഈ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഇവനോട് ഞാൻ പറഞ്ഞു, മനുഷ്യ എന്റെ കുട്ടിയെ ഞാൻ ഒന്ന് ഓർക്കാം. കുട്ടി ഉറങ്ങിയതിന് പിന്നെ നമുക്ക് ആലോചിക്കാം. പക്ഷെ ഇവൻ ഒന്നും കേട്ടില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ഈ കുട്ടിയെ അങ്ങെടുത്ത് കടലിലോട്ട് വലിച്ചെറിഞ്ഞുപോയി. അല്ലാ, ആരുമില്ലാത്തൊരു സങ്കടം വേറെ. എന്റെ സ്വന്തം കുട്ടി അതാ കടലിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ, അതിന്റെ ഒരു സങ്കടം വേറെ. ഞാൻ പിന്നെ ഒറ്റക്കാണ്, ഇവനും ഞാനും മാത്രമാണ്. ഞാൻ അവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ച റബ്ബേ, ഇന്നേ വരെ ഒരൊറ്റ അന്യ പുരുഷനും മുഖം കാണിക്കാത്ത പെണ്ണാണ് ഞാൻ. ഒരൊറ്റ അന്യ പുരുഷനും എന്റെ ദേഹത്ത് കൈവെക്കാൻ സമ്മതിക്കാത്ത പെണ്ണാണ് ഞാൻ. ആ ചാരിത്ര ശുദ്ധി ഒന്ന് നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ ഏതും രക്ഷപ്പെടാനുള്ള വഴി അല്ല തരുമെന്ന് ഖുർആനിൽ അല്ല പറഞ്ഞത് വെറുതെയല്ലല്ലോ. അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചാൽ അല്ല പോരെ. അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് ഇങ്ങനെ വരുന്നപ്പോ ഒരു ജീവി വന്നു, കടലിൽ ഒരു ജീവി വന്നു. ഞാൻ ഇന്നേ വരെ ആ ജീവിയെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ആ ജീവിയെ കണ്ടത്. ആ ജീവി വന്നിട്ട് ഈ കറുത്ത മനുഷ്യനെ അങ്ങ് തിന്നു കളഞ്ഞു. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഞാൻ ഈ ഫലകം മേലങ്ങ് കയറിയിട്ട് ഞാനിതാ ഒരു ദ്വീപ് കണ്ടു. ആ ദ്വീപ് കണ്ടപ്പോഴേക്ക് ഞാൻ അവിടെ പോയി. ഞാൻ കുറെ ദിവസമായി ഒന്നും കുടിക്കാതെ ഒന്നും കഴിക്കാതെ അവിടെ പോയി നോക്കുമ്പോ എനിക്ക് നല്ല വെള്ളം കിട്ടി, ഞാൻ കുടിച്ചു. കുറെ പച്ചക്കറി കിട്ടി, ഞാൻ കഴിച്ചു. അവിടുന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, റബ്ബേ, ആരെങ്കിലും ഏതെങ്കിലും ഒരു കപ്പൽ വന്നിരുന്നെങ്കിൽ ഞാൻ പോയി എന്റെ നാട്ടിലേക്ക് എത്തുമായിരുന്നു. ഒരാളും അവിടെ ഇല്ല. ആരും ഇല്ലെങ്കിൽ എന്തേ, റബ്ബില്ലേ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ആ ചിന്തയാണ് നമ്മിലില്ലാതെയായി പോയത്. അല്ല ഉണ്ടെന്ന ചിന്ത അത് നമ്മിലില്ലാതെയായി പോയി. മുൻഗാമികളായ മഹദിമാര് രക്ഷപ്പെട്ടതോ അവരിൽ അല്ല ഉണ്ടെന്ന ബോധമുണ്ടായിരുന്നു. അതാണ് വിശ്വാസം, അതാണ് തഖ്വാ. ഈ മഹദി പറയാണ് യാഫി ഇമാമിനോട്, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു കപ്പൽ ഇങ്ങനെ വരും. ഈ കപ്പൽ ഇങ്ങനെ വന്നപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം നാട്ടിലേക്ക് പോകാൻ ഒരു വാഹനം എത്തിയല്ലോ. ഞാൻ ആ കപ്പലിൽ അങ്ങ് കയറി നോക്കുമ്പോണ്ട് ഒരു അത്ഭുതം. എന്താ അത്ഭുതം? നേരത്തെ ഈ കറുത്ത മനുഷ്യനല്ലേ എന്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയെ എടുത്തിട്ട് അങ്ങ് കടലിലോട്ട് വലിച്ചെറിഞ്ഞു. ഈ കപ്പലിൽ കയറി നോക്കുമ്പോണ്ട് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന്റെ കയ്യിൽ എന്റെ കുട്ടിയെ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ കയ്യില് എന്റെ കുട്ടിയെ ഞാൻ കണ്ടു. കുറെ ദിവസമായി കുഞ്ഞിനെ കാണാതെ. അങ്ങനെ കാണുമ്പോ ഉമ്മ എന്താ ചെയ്യാ? പറയാൻ നോക്കൂ, അതെന്റെ കുട്ടിയാണെന്ന് പറയാൻ നോക്കൂ. ഒന്നും നോക്കൂല, കയ്യിലങ്ങ് എടുത്തിട്ട് മുത്തം കൊടുക്കൂ. ഞാൻ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. എന്റെ കുട്ടിക്ക് ഞാൻ അതാ മുത്തം കൊടുത്തു. അപ്പൊ ഞാൻ ഈ കപ്പലിലുള്ള യാത്രക്കാരോട് പറഞ്ഞു, ഓ മനുഷ്യന്മാരെ, ഇത് എന്റെ കുട്ടിയാണ് കേട്ടോ.
അപ്പൊ ഈ കപ്പലിലുള്ളവർ എന്നോട് ചോദിച്ചു, ആ മജ്നൂനത്തുൻ അന്തി, നിനക്ക് ഭ്രാന്താണോ? നീ ഇപ്പൊ എവിടുന്നോ ഒന്ന് കയറി വന്നിട്ട് കയ്യിലുള്ള ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടായ കുട്ടിയെ അത് നിങ്ങളെ കുട്ടി എന്ന് പറയുന്നു, ഭ്രാന്താണോ പെണ്ണെ നിനക്ക്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഭ്രാന്തല്ല, എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ജുനൂനില്ല. അതേ സമയത്ത് നടന്ന സംഭവം മുഴുവനും പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് കപ്പലുകാർ പറയുന്ന, ശരിയാണ്, ഇത് നിങ്ങളെ കുട്ടി തന്നെ. അപ്പൊ ഈ പെണ്ണ് ചോദിക്കുകയാണ്, അല്ല മനുഷ്യന്മാരെ, നിങ്ങളെ കയ്യിൽ എങ്ങനെ എന്റെ കുട്ടി വന്നു? നിങ്ങളെ കയ്യിൽ എന്റെ കുട്ടി വന്നത് എങ്ങനെ? കടലിലേക്ക് വലിച്ചെറിഞ്ഞതല്ലേ എന്റെ കുട്ടി, ഈ കുട്ടി നിങ്ങളെ കയ്യിൽ വന്നത് എങ്ങനെ? അപ്പോഴാണ് ഈ കപ്പലുകാര് പറയുന്നു, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഞങ്ങളെ മുന്നിൽ അതാ ഒരു മൃഗം വന്നു. ഞങ്ങൾ ഈ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ മുന്നിൽ ഒരു മൃഗം വന്നു. ആ മൃഗം വന്നിട്ട് ആ മൃഗം അതാ മൃഗത്തിന്റെ കയ്യിൽ ഈ കുട്ടിയുണ്ടായിരുന്നു. ആ മൃഗം പറഞ്ഞു ഞങ്ങളോട്, ഈ കുഞ്ഞിനെ നിങ്ങൾ എടുക്കണം, നിങ്ങളെ കൂടെ കൊണ്ടുപോകണം, അല്ല എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം യാത്ര ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ആ കുഞ്ഞിനെ സ്വീകരിച്ചതാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? ഒരു കമ്മിറ്റിയുമില്ല, ഒരു സംഘടനയുമില്ല, ഒരു ടീമുമില്ല, ഒരു സാധു സംരക്ഷണ സമിതിയുമില്ല. ആരാരുമില്ലാത്ത സമയത്ത് ആ മഹദിയെ രക്ഷപ്പെടുത്തിയത് അല്ലാഹുവാണ്. എന്തേ കാരണം? ആ മഹദിയുടെ അരികിലുണ്ടായ ആയുധം അത് ഈമാനും തഖ്വയുമാണ് കേട്ടോ. അതുകൊണ്ട് റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കണം. ഏത് പ്രവർത്തനത്തിലായാലും ശരി, ഒരിക്കലും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. ഭാര്യമാര്, ഞാന് പത്രത്തിൽ വായിച്ച ഒരു റിപ്പോർട്ട്, അങ്ങനെ പത്രത്തിൽ ഓരോ ദിവസം നടക്കുന്ന സംഭവം വരുമല്ലോ, എന്റെ വിഷയമല്ലെങ്കിലും ഒന്ന് ഞാൻ മെല്ലെ പറയാം. എന്താ? ഭർത്താവിനെ ഭാര്യ വെട്ടി നിലത്താക്കി, വെട്ടിയിട്ട് നിലത്താക്കി പത്രത്തിൽ. എന്താ കാരണം? എന്താ? കാരണം ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കെ ഭർത്താവ് പോയിട്ട് എന്താക്കി? ഭക്ഷണം ചോദിച്ചു. അതാ പ്രശ്നം. ഭാര്യ ഇങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കെ ഭർത്താവ് പോയി ഭക്ഷണം ചോദിച്ചു. അത് ഭാര്യക്ക് സഹിച്ചില്ല. കാരണം സീരിയലിന് തടസ്സായില്ലേ, വെട്ടി നിലത്ത് താഴ്ത്തി. വാട്സപ്പുകാരൻ മെല്ലെ അവിടെ എഴുതി വിട്ടു, ഈ പത്രത്തിന്റെ റിപ്പോർട്ടിങ് എടുത്തിട്ട്. എന്താ അറിയോ? അതുകൊണ്ട് ഈ തിങ്കളാഴ്ച വെള്ളിയാഴ്ച വരെയാണല്ലോ ഈ സീരിയലൊക്കെ കാര്യമായിട്ടുണ്ടാവുക. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഭാര്യമാരോട് ഭക്ഷണം ചോദിക്കാതെ ജീവൻ നിലനിർത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ഭാര്യമാരുടെ ഭക്ഷണം ചോദിച്ചാൽ ചിലപ്പോൾ ജീവൻ അങ്ങ് പോകുന്നു. അത് ഞങ്ങളെ ഈ പേരൂർ, എന്താ സ്ഥലത്തിന്റെ പേര്? പേരൂരല്ലേ? ഇവിടുത്തെ ഉമ്മമാരെ സഹോദരന്മാരെ കുറിച്ച് ഒന്നല്ല പറഞ്ഞത്, വേറെ നാട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏത് വിഷയത്തിലും തഖ്വ വേണം. ഭർത്താവിനെ സ്നേഹിക്കുന്നതിലും ഭാര്യയെ സ്നേഹിക്കുന്നതിലും എല്ലാ വിഷയത്തിലും തഖ്വ വേണം. തഖ്വ വളരെ പ്രധാനമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ, ഇന്ന് പല തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുള്ള സമയമാണ്. നമ്മൾ ഒരിക്കലും അതിൽ പെട്ടുപോകരുത്. ഇന്നല്ലദീന തഖൗ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖൗ, തീർച്ചയായും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ, ഒരു വിഭാഗം ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പിശാചുക്കൾ വല്ലതും സ്പർശനം നടത്തിയാൽ എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ ഈ മനുഷ്യന്മാരോട് തെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ തദക്കറൂ, ഉടൻ തന്നെ ഇവർ അല്ലാഹുവിനെ ഓർക്കും. ഞാൻ ചെയ്യുന്ന തെറ്റ് ആരും കണ്ടില്ലെങ്കിലും ചെറുപ്പക്കാരാ, ഏത് ഓഫറുള്ള സിമ്മും ഇന്ന് കിട്ടും. ഇതുപോലെ തന്നെ യൂട്യൂബിൽ കയറിയാൽ എന്ത് വേണമെങ്കിലും കാണാം. പഴയ കാലം പോലെയല്ല. പഴയ കാലത്ത് മക്കള് സിനിമ കാണുമ്പോ ബാപ്പക്കത് മനസ്സിലാവും. കാരണം ഇത് വലിയ പെട്ടിയും വെച്ചിട്ടല്ലേ കാണുന്നത്. ഇന്ന് ചെറിയൊരു സാധനം കയ്യിൽ പിടിച്ചിട്ട് റൂമിൽ ഒറ്റക്ക് കിടക്കുമ്പോ ഈ മകൻ എന്ത് ചിത്രം കാണുന്നു ബാപ്പക്കതറിയുന്നില്ല, ഈ മകൾ എന്ത് കാണുന്നു ഉമ്മക്കതറിയുന്നില്ല. ഓ ചെറുപ്പക്കാരെ, എന്റെ ഈമാനുള്ള
ഈമാനുള്ള സഹോദരിമാരെ, കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ, പെൺകുട്ടികളെ, ആര് കണ്ടില്ലെങ്കിലും കാണേണ്ടുന്നൊരു റബ്ബ് കണ്ടില്ലേ മോനെ, കാണേണ്ടുന്നൊരു റബ്ബ് കണ്ടില്ലേ മോളെ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അത് വല്ലാത്ത ആശയമാണ്. നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത്, നമ്മൾ ഈ ഭാഗത്തൊക്കെ കുറവാണ്, ഇപ്പൊ മംഗലാപുരത്ത് അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് റഡാർ. ഈ റഡാർ എന്തിനാ വെച്ചിട്ടുള്ളത്? ഈ സ്പീഡ്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് സ്പീഡ് കൂട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ. അപ്പൊ ഈ റഡാർ കാണുമ്പോ അതുവരെ സ്പീഡ് വരും. ആ റഡാർ കാണുമ്പോ മെല്ലെ പതുക്കെ അങ്ങ് പോകും. ഇതേ കാരണം ക്യാമറ അടിക്കണ്ടെന്ന് കരുതിയിട്ട. എന്നാൽ അതല്ലല്ലോ ഈ റഡാർ. അല്ലാഹുവിന്റെ റഡാർ വല്ലാത്ത റഡാറാണത്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓ മോനെ, എന്ത് വാചകം പറഞ്ഞാലും, എന്ത് വാക്ക് പറഞ്ഞാലും അതപ്പ തന്നെ മലക്കുകൾ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ചുപോയി. ഹത്താ അനീനിൽ മരീദ്. ഒരു രോഗിയായ മനുഷ്യൻ രോഗത്തെ തുടർന്ന് കിടക്കുമ്പോ അതേ ഇടക്കിടക്ക് ഇങ്ങനെ ഒച്ച വെക്കുന്നില്ലേ, അയ്യോ വേദനിക്കണു, എന്തൊരു രോഗം, എന്തൊരു സങ്കടം, അതുപോലും മലക്കുകൾ അങ്ങ് എഴുതി വെച്ചുപോയി. ആ റഡാറാണ് റബ്ബിന്റെ മുന്നിൽ വരുന്നത്. യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്. ജനങ്ങളെ കാണണ്ടാന്ന് നീ കരുതിയാലും അല്ലാഹ് നിന്നെ കാണാതിരിക്കില്ല. അതുകൊണ്ടല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ, ഓ ചെറുപ്പക്കാരെ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉസ്താദേ ഞങ്ങളതിൽ പെട്ടുപോകും, ഞങ്ങൾ എമ്പോ നീ ഒരു കാര്യം ചെയ്താ മതി, എന്നാ ഞാൻ തെറ്റ് ചെയ്യട്ടെ, പക്ഷെ ഞാൻ തെറ്റ് ചെയ്യണമെങ്കിൽ റബ്ബ് കാണാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കട്ടെ എന്ന് നീ ചിന്തിക്കണം. റബ്ബ് കാണാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കട്ടെ എന്ന് ചിന്തിക്കണം. ബാപ്പ കാണാത്ത സ്ഥലം തിരഞ്ഞെടുക്കട്ടെ എന്ന് ചിന്തിച്ചാ പോരാ. ബാപ്പ കാണാത്ത പല സ്ഥലമുണ്ട്, ഉമ്മ കാണാത്ത പല സ്ഥലമുണ്ട്. റബ്ബ് കാണാത്ത സ്ഥലം ഞാൻ തിരഞ്ഞെടുക്കട്ടെ എന്ന് ചിന്തിക്കണം. എന്നാൽ റബ്ബ് കാണാത്തൊരു സ്ഥലം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യൂല. സുഹൃത്തുക്കളെ, ആ ചിന്തയാണ് എപ്പോഴും വേണ്ടത്. അതാണ് അല്ലാഹുവിനെ ഈ ജനങ്ങൾ ഓർക്കും. ഫൈദാഹും മുബ്സിറൂൻ. പടച്ച റബ്ബിനെ ഓർക്കുമ്പോ ആ തെറ്റിൽ നിന്ന് ഇവരങ്ങ് മാറിപ്പോയി. ഇന്ന് ദുനിയാവ് ഓരോ പരിഷ്കാരത്തിന്റെയും ലോകമാണ്. ഓരോ പരിഷ്കാരത്തിന്റെ ലോകമാണ്. ഈ അടുത്തൊരു സഹോദരി വിളിച്ചിട്ട് മസല ചോദിച്ചു. പഴയ കാലങ്ങളിലൊക്കെ മസല ചോദിക്കൽ എങ്ങനെയാ? പഴയ കാലത്ത് പണ്ടത്തെ നമ്മുടെ ഉമ്മമാരൊക്കെ മസല ചോദിക്കണമെന്ന് അറിയോ? ഈ നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കണം പായ, അതിനെ ചവിട്ടാൻ പറ്റുമോ? അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചുരുട്ടി വെക്കണമെന്നുണ്ടോ? അത് അവിടെ ഇങ്ങനെ തുറന്നു വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട മസലയാ അന്ന്. ഇന്ന് മസല ചോദിക്കണം തരുമോ? അങ്ങനെയാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാന ജല്ലാൽ വിളിച്ചു ചോദിക്കുക, എന്താ മസല എന്നറിയോ? ഉസ്താദേ, തലയിൽ മുടി കുറച്ച് കുറവാണ്, അതുകൊണ്ട് വേറെ മുടി അങ്ങ് എടുത്തിട്ട് വെക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. അപ്പൊ വേറെ മുടി എടുത്ത് വെക്കൽ എങ്ങനെ? ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേറൊരുത്തനെ മുടി എടുത്തിട്ട് അങ്ങനെ വെക്കുന്നവനും വെപ്പിക്കുന്നവരൊക്കെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു എന്നല്ലേ. അപ്പൊ ഓരോ സംഭവം എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ സംഘാടകർ എന്നോട് പറയാണ്, ഉസ്താദേ ഇവിടെ പെണ്ണുങ്ങന്മാരെല്ലാം ഭയങ്കര പേടിച്ചിക്കണമെന്ന് പറഞ്ഞു. സ്ത്രീകളൊക്കെ ഭയങ്കര പേടിച്ചു. നിങ്ങളെ പേര് ഞാൻ മറന്നല്ലോ. വിനോദ്. നമ്മളെ പല സ്ഥലത്തും കാണുന്നതാണ്. നമ്മുടെ നാട്ടിന്റെ സൗഹൃദം, നേരത്തെ ഇവിടെ തങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ നാടുകളിലൊക്കെ സൗഹൃദം നിലനിർത്തും. ഞാൻ ഈ ഇരിക്കുന്ന വിനോദിനെ തന്നെ ഒരു മുഹമ്മദ് ആണോ എന്ന് പല സ്ഥലത്തും കരുതിപ്പോയത്. കാരണം അവിടെ ഇങ്ങനെ ഇരുന്നാലുണ്ട്, ഞങ്ങളെ വാലിങ് ഇങ്ങനെ ലാസ്റ്റ് വരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കും.
ഒരിക്കൽ എന്തോ വിഷയത്തിന് ഇങ്ങനെ പേര് ചോദിച്ചപ്പോഴാണ്, ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കപ്പോ പേര് ചോദിച്ചപ്പോഴാണ് എന്നോട് പറയുന്നത് ഏതോ സ്ഥലത്ത് എന്റെ പേര് വിനോദാണ്. അപ്പോ നമ്മുടെ നാടിന്റെ സൗഹൃദം ഇതുപോലെ. ഞാനൊരു സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ എന്ന് തോന്നുന്നു, ആറളം, അവിടെ വാതിന് പോയി. ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച വാതിന് പോയപ്പോ മുന്നിലുണ്ട് ഒരാൾ. അയാൾ വന്നിട്ട് ഒരു 500 രൂപ സംഭാവന എന്റെ കയ്യിൽ. അപ്പൊ ദ്വാരക്കാൻ വേണ്ടി ഞങ്ങൾ പേര് ചോദിക്കും. അപ്പൊ പേര് ചോദിക്കുമ്പോൾ പറഞ്ഞു മനോജ്. സുബ്ഹാന ജല്ല ജലാലുഹു. മുമ്പൊരിക്കൽ കന്യാണ എന്ന സ്ഥലത്ത് വാതിന് പോയപ്പോണ്ട് അവിടെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഒരു കൂട്ടുകാരനെ പിന്നെ കൊന്ന സമയമാണ്. അപ്പൊ ഇവൻ വന്നിട്ട് സംഭാവന തന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഇവന്റെ പേര് ചോദിക്കുമ്പോ ഇവനൊരു അമുസ്ലിമാണ്, മുസ്ലിം അല്ല. മുസ്ലിം കൂട്ടുകാരൻ മരണപ്പെട്ടപ്പോ അവന്റെ പ്രാർത്ഥന, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അമുസ്ലിം കൂട്ടുകാരൻ സംഭാവന തരാ. ഞാൻ പറഞ്ഞു വന്നത് അത് നമ്മുടെ നാടിന്റെ സൗഹൃദമാണ്. മാങ്ങാട്ടച്ഛനും കുഞ്ഞായിൻ മുസ്ലിയാരും ചരിത്രം പറയാനൊന്നും ഇപ്പൊ സമയമില്ല. ആ സൗഹൃദം എല്ലാ മതക്കാരും നിലനിർത്തണം. നമ്മൾ ഇസ്ലാം സത്യമതമാണ്, അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യമുള്ള മതമാണ്. ഞാൻ എല്ലാ മതക്കാരോടും ജാതിക്കാരോടും പറയുന്നു, ഒരൊറ്റ മതത്തോടും കളിക്കരുത്. മതത്തിന്റെ പേരിൽ സ്പർദ്ധ നടക്കരുത്, മത്സരം നടക്കരുത്. മതത്തിന്റെ പേരിൽ സ്പർദ്ധ നടത്തിയ ഒരൊറ്റ രാജ്യക്കാരനും അല്ലാഹ് അവനെ പാഠം പഠിപ്പിക്കാതിരുന്നിട്ടില്ല. ഒരു ഉദാഹരണം നമുക്കെടുക്കാം. ഇന്ന് തന്നെ ചൈന, എത്ര വലിയ പവറുള്ള രാജ്യമാണ് ചൈന. ചൈന ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും മേഡ് ഇൻ ചൈന, മേഡ് ഇൻ ചൈന, സുനിഅ ബിസ്വീൻ, മേഡ് ഇൻ ചൈന എന്നെല്ലാത്തിലും കാണാം. അല്ലേ? മൊബൈലിൽ ചൈന സെറ്റ് ഇറങ്ങിയപ്പോൾ യാ അല്ലാഹ് എല്ലാവരും ചൈന സെറ്റ് വാങ്ങാൻ തുടങ്ങി. അതിനായിട്ട് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ പോകാറുണ്ടായിരുന്നു ചൈന സെറ്റ് കൊണ്ടുവരാൻ വേണ്ടി. ആദ്യം അവിടെ നിന്നാണ് കൂടുതലും കിട്ടിയത്. അപ്പൊ അവിടെ പോയിട്ട് കൊണ്ടുവരില്ല, ചൈന സെറ്റ് എല്ലാം ചൈന. അത്രയും വലിയ പവറുള്ള രാജ്യം. ആ രാജ്യത്തിൽ അല്ലാഹു തആല ഒരു രോഗം കൊടുത്തു. അല്ലാഹുവേ, നമ്മുടെ നാടുകളെ നീ സംരക്ഷിക്കണം അല്ലാഹ്. ഏത് നാടുകളെ പിടികൂടിയിട്ടുണ്ടോ നീ അവർക്കതിൽ നിന്ന് മോചനം നൽകണം അല്ലാഹ്. ഞാനൊരു ചെറിയ കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു, വല്ലാത്ത സങ്കടമായി പോയി. ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ ആ കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട്. ചികിത്സിക്കുന്നയാള് പുറത്തുണ്ട്. ഈ കുട്ടിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇത് പടരുന്ന രോഗമാണ് എന്ന് പേടിക്കുകയാണ്. ഇസ്ലാമിൽ പകർച്ചവ്യാധി ഇല്ല. കേവലം പകർച്ച എന്ന് പറയുന്നൊരു വ്യാധിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങളൊരു രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോകണ്ട എന്നും ഹദീസുണ്ട്. ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായാൽ അവിടുന്ന് രോഗം പടരുമെന്ന് പേടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട എന്നും ഹദീസിലുണ്ട്. ഈ രണ്ട് ഹദീസും ഏകോപിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു രോഗത്തിന് സ്വന്തമായി മറ്റൊരാളെ ശരീരത്തിൽ പോയി പടരാനുള്ള കഴിവില്ല. പക്ഷെ അല്ലാഹ് ഉദ്ദേശിച്ചാലോ ആ രോഗം അല്ലാഹു തആല വേറൊരുത്തന് കൊടുക്കും. അല്ലാഹ് ഉദ്ദേശിച്ചില്ലെങ്കിലോ അതുണ്ടാകൂല. ഏതും അല്ലാഹുവിനെ കൊണ്ടാണ് നടക്കുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആ കൊറോണ എന്ന് പറയുന്ന രോഗം പിടികൂടിയ കുട്ടിയാണ് ഗ്ലാസിന്റെ ഉള്ളിൽ. ആ കുട്ടി രണ്ട് കൈയും പൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കാണ്, ഞാനൊന്ന് പുറത്ത് വന്നോട്ടെ. പുറത്തെടുക്കാൻ കഴിയുന്നില്ല. എടുത്താലോ മറ്റുള്ളവർക്ക് പടർന്നു പിടിക്കുമോ എന്ന പേടിയാണ്. ആ ചൈനയെ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ജനങ്ങളെ? ഇന്ത്യ മഹാരാജ്യത്തിനും അങ്ങനെ ഒരു രോഗം ചെറിയ തോതിൽ കയറിയിട്ടുണ്ട് എന്നല്ലേ ഉള്ളത്. അത് പടരാതിരിക്കണമെങ്കിൽ എല്ലാ ജാതിക്കാരും മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവ സുഹൃത്തുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ ജാതി മതവിശ്വാസികളും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഞങ്ങളെ ഇന്ത്യ മാരകമായ രോഗങ്ങളെ കൊണ്ട് നശിക്കും കേട്ടോ.
മറ്റുള്ളവർക്ക് മുന്നിൽ ഇന്ത്യ കേടായി പോകും കേട്ടോ. ഇവിടെ ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെ എവിടെയെങ്കിലും അയക്കാനുള്ള തീരുമാനമെങ്കിൽ കേവലം ചില മതക്കാര് മാത്രം ഒരു സ്ഥലത്തുള്ളത് കൊണ്ട് അവർക്ക് വലിയ രോഗമല്ല കൊടുത്തിട്ട് അല്ല നശിപ്പിച്ചാൽ ഇവിടെ ഏത് മതക്കാരനാണ് ഉത്തരവാദി? ഏത് ഭരണാധികാരിയാണ് ഉത്തരവാദി? ഏത് മന്ത്രിമാരാണ് ഉത്തരവാദി? ഇത് എല്ലാ മതക്കാരും മനസ്സിലാക്കേണ്ടതല്ലേ? ആ ചൈനക്ക് വേറൊരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് പർദ്ദ നിഷേധിച്ച നാടാണത്. സ്ത്രീകൾ പർദ്ദ ധരിക്കാൻ പാടില്ല, പർദ്ദയെ നിരുത്സാഹപ്പെടുത്തി കളിയാക്കിയ നാടാണ്. ഇന്നറിയോ ജനങ്ങളെ, അവിടെ പുരുഷന്മാർ, അതാ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ശരീരം മുഴുവനും മറച്ചിട്ടാ പോകുന്നത്. കാരണം കൊറോണ പകർച്ചവ്യാധി പടർന്നു പോകുമോന്ന് പേടിച്ചിട്ടാണ്. നിസ്കാരത്തെ നിരുത്സാഹപ്പെടുത്തിയ നാടാണ് ചൈന. ഇന്ന് കണ്ടില്ലേ, കൊറോണ ബാധിച്ചപ്പോ നിന്ന നൃത്തത്തിൽ തന്നെ താഴോട്ടങ്ങ് വീണു പോവാണ്. നെറ്റ് കൊണ്ടുപോയി വെക്കാണ്. പടച്ചറബ് സുജൂദ് നിഷേധിച്ചവനെ കൊണ്ടും സുജൂദ് ചെയ്യിപ്പിച്ചില്ലേ? ഇപ്പൊ ചൈനയുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു? നിങ്ങൾ കണ്ടില്ലേ? മെസ്സേജ് കണ്ടില്ലേ? ചാനൽ കണ്ടില്ലേ? ചൈനയുടെ പ്രസിഡന്റ് അതാ ചൈനയിലെ മുസ്ലിമീങ്ങളോട് പറയാണ്, നിങ്ങൾ ദ്വാർന്നാൽ അസുഖം മാറും, അതുകൊണ്ട് നിങ്ങളൊന്ന് പള്ളികളിൽ ദ്വാർക്കണേ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ചൈനയുടെ പ്രസിഡന്റ് മുസ്ലിമീങ്ങളെ പള്ളി പരിസരത്ത് ദ്വാർക്കാൻ വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക, പടച്ച റബ്ബിന് ഇതൊരു വിഷയമാണോ? ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. മാരകമായ രോഗങ്ങൾ വരാനുള്ള കാരണം വ്യഭിചാരം അധികരിച്ചതുകൊണ്ടാണ്. ഇത് ഞാൻ പറയുകയല്ലല്ലോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതല്ലേ?